ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കനാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തൈര് ഇതെല്ലാം ഇട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇത് മിക്സാക്കിയ ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ മസാലയെല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് ചെറുതായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ സവാളയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ സവാള ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് എടുക്കാം. ഇനി ഇത് കുറച്ചുകൂടി വഴന്നു വരാനുണ്ട്. അങ്ങനെ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കണം. ഇനി അതിന് ശേഷം ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് ചെറുതായി വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒന്നും കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തതായി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കറി പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അതുപോലെ ആക്കാം. ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക്